ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സൺബക്കിൻ്റെ ആമ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത കമൻറ്റുകളാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും അത് തുറന്ന് കാണണം. കാര്യം 8,000 രൂപയ്ക്കകത്ത് ഒരു ഉടായ്പ് ആംപ്ലിഫയറുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മലയാളികൾക്ക് വില കുറച്ച് കൊടുത്താലും ഇത്രയും ദിവസം ആൾക്കാർക്ക് വില കുറച്ച് വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വില കുറച്ചൊരു ആംപ്ലിഫയർ വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ സൺബക്കിൻ്റെ ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആദ്യമേ എനിക്ക് ഒരു 1 ഇയർ മുമ്പേ തന്നെ വീഡിയോ വളരെ നല്ല രീതിയിൽ പ്രചാരണത്തിലുണ്ടായിരുന്നതാണ്. കാര്യം എൻ്റെ മുകളിൽ ഇക്വലൈസറും ആമ്പിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ട്. ആമ്പ് വരുമ്പോൾ ഒന്ന് പറയുമോ, ആമ്പ് വരുമ്പോൾ പറയുമോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇടക്കാലത്ത് നമുക്ക് ആമ്പ് വന്ന സമയത്ത് ഞാനും വിചാരിച്ചില്ല ആമ്പ് ഇങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഓഡിയോ എക്സ് ആണ് ആമ്പ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഓഡിയോ എക്സിൻ്റെ സബ് വൂഫർ തൊട്ട് സ്പീക്കർ തൊട്ട് ആംപ്ലിഫയർ തൊട്ട് എല്ലാം തന്നെ വില കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ഫാക്ടറിയിൽ അവർ ചെയ്ത്, ചൈനയിൽ തന്നെയാണ് സ്വന്തം ഫാക്ടറിയിൽ ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വില കുറവുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ചൈന സാധനം വളരെ ക്വാളിറ്റി കുറവാണ്, ചൈന സാധനം. ഈ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെക്കാട്ടിയും എന്തുകൊണ്ടും ക്വാളിറ്റി ചൈന സാധനത്തിന് ഇപ്പോൾ ഉണ്ട്. അതായത് നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് ചൈന ബസാറിൽ കിട്ടുന്ന ആ ലോക്കൽ സാധനം അല്ല ഇപ്പോൾ. ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, LED, നമ്മളെ വീട്ടിൽ LED TV-യുടെ ഒക്കെ പാനലൊക്കെ തന്നെ എല്ലാ സാധനവും നമ്മളെ വീട്ടിലിരിക്കുന്ന 100-ൽ 110% സാധനങ്ങൾ ചൈന പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ചൈനയുടെ സാധനം ഒരിക്കലും ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വളരെ ഹൈ ക്വാളിറ്റിയിൽ ചൈന സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓടുന്ന തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ പോലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ചൈനയുടെ സാധനങ്ങൾ. ബാറ്ററിയും എല്ലാ സാധനങ്ങളും, LED ബൾബുകളും എല്ലാ സാധനങ്ങളും തന്നെ ചൈനയുടെ പ്രോഡക്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ ഒരിക്കലും കുത്തി പറയാനായിട്ട് നമുക്ക് ഒരിക്കലും ഉള്ള ഒരു ഇതുപോലും ഇല്ല നമുക്ക്. കാര്യം അവർ നമ്മുടെ നാട്ടിനെക്കാട്ടി എത്രയോ ഉയരത്തിലാണ്. നമ്മുടെ നാടിനെ താഴ്ത്ത് പറയുന്നതല്ല. അപ്പം നിങ്ങൾ ഈ ചൈന സാധനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഹൂജയുടെ ആംപ്ലിഫയറൊക്കെ നമുക്കിപ്പോൾ ഒരു ബ്രാൻഡാണല്ലോ അഹൂജ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ തന്നെ നമുക്ക് 10,000 രൂപയ്ക്ക് 7,000 രൂപയ്ക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആമസോണിലേക്ക് കിട്ടുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കി അറിയാൻ പറ്റും. അവരൊക്കെ അത് എത്ര തുറന്ന് കാണിച്ചിട്ടാണ് അത് വിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ എത്രയോ കമ്പനിയുടെ ആംപ്ലിഫയറുകളുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ തുറന്നു നോക്കി കണ്ടിട്ടാണോ വാങ്ങുന്നത്? ഇല്ല. അപ്പോൾ ഞാൻ ഫോസി ഓഡിയോയുടെ പ്രോഡക്റ്റ് ഞാൻ തുറന്ന് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. എല്ലാ സാധനങ്ങളും എനിക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങി നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ഓഡിയോ എക്സിൻ്റെ ആ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ സൺബക്കിൻ്റെ ആംപ്ലിഫയറൊക്കെ അവർ റിവ്യൂ ചെയ്യാനായിട്ട് തരുമ്പോൾ നമ്മളത് ആ കടയിൽ നിന്ന് സ്പീക്കർ കണക്ട് ചെയ്ത് പാട്ട് കേട്ട് നോക്കി കൊള്ളാമെങ്കിൽ മാത്രമാണ് ചെയ്തിട്ടുണ്ട്. SM ഇലക്ട്രോണിക്സിൽ ശ്രീത്തേട്ടുണ്ട്. പുള്ളി ചില കാര്യങ്ങൾ പുള്ളി തന്നെ പറയാം അത് കൊള്ളൂല്ല, അത് ചെയ്യണ്ട. പുള്ളി തന്നെ പിന്നെ അത് എടുക്കത്തുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളി സൺബക്ക് ഞാൻ ചെക്ക് ചെയ്തു. അതിൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു ബാസ് എഫക്റ്റ് ഒക്കെ സൂപ്പറാണ്. കൂടാതെ തന്നെ ആ ഒരു ആംപ്ലിഫയർ 8,000 രൂപയ്ക്കകത്തുള്ള വിലയ്ക്കാണ് വരുന്നത്. 8,000 ഇല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവാണ്. ഓക്കെ, 8,000 രൂപയ്ക്കകത്തുള്ള വിലയ്ക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8,000 രൂപയ്ക്ക് തരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സർവീസ് തരുന്നു എന്നുള്ളത് ഞാൻ എത്രയോ പ്രാവശ്യം വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. പിന്നെയും അത് ഉടായ്പ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഇതുപോലത്തെ സൺബക്ക് പോലത്തെ ഒരു ആംപ്ലിഫയർ നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം പറ്റുന്നത് ടെക്നീഷ്യന്മാർക്കാണ്. ടെക്നീഷ്യന്മാർക്ക് അതൊരു വലിയ അടി തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ടെക്നീഷ്യന്മാർക്ക് അതൊരു അടി തന്നെയാണ്, അത് സത്യമാണ്. പക്ഷേ അതുപോലത്തെ ഒരു ആംപ്ലിഫയർ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സാധനം മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം കൊള്ളാമെന്നുള്ള സാധനം ആണെങ്കിൽ നമുക്കത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയായാലും നമ്മളൊരു വീഡിയോ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അങ്ങനെ നല്ല പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ റിവ്യൂ ചെയ്തു. ഇഷ്ടമുള്ള ആൾക്കാർക്ക് എടുക്കാം, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എടുക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് അസംബ്ലിങ് ചെയ്യാൻ താല്പര്യം നിങ്ങളത് ചെയ്തോളൂ. ഞാൻ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ അസംബ്ലിങ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ചെയ്യുന്ന ആംപ്ലിഫയറിന് 20,000 25,000 രൂപ ആകുന്നു എന്ന് പറഞ്ഞൊരു ചേട്ടൻ കമൻറ്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ ഇതുവരെയും എൻ്റെ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങൾ എൻ്റെ അടുത്ത് ആംപ്ലിഫയർ ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും ഇതുവരെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നുണ്ട്. അവരുടെ രീതി എന്താണ്, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറയുമ്പോൾ ഞാൻ പറയും. ഇല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആംപ്ലിഫയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ നമ്പർ കൊടുത്ത് അവരെ വീഡിയോ ചെയ്യുന്നതാണ്. അവർ പോയി അവരെ ആഗ്രഹപ്രകാരം ചെയ്തോട്ടെ.
ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ എൻ്റെ ആംപ്ലിഫയർ ഞാൻ ചെയ്യുന്ന സമയത്ത് 25,000 രൂപയോ 20,000 രൂപയൊക്കെ ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിന് ക്യാഷ് മുടക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ ഫുൾ ബില്ല് ഉൾപ്പെടെ അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങാൻ അതിന് 1 രൂപ പോലും ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കമ്മീഷൻ പോലും എടുക്കാതെയാണ് ഓരോ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ എനിക്കിത് ചെയ്തു കൊടുക്കാനുള്ള സമയം അധികം ഇല്ല. ഞാൻ 1-2 മാസമൊക്കെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ടെക്നീഷ്യന്മാർ ആരും തന്നെ അങ്ങനെ വലുതായിട്ട് വന്ന് കമൻറ്റ് ഇട്ടിട്ടുമില്ല. അവർക്കൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരാരും പറഞ്ഞിട്ടുമില്ല. ഈ ഒരു സൺബക്കിൻ്റെ ആമ്പ് ഇറങ്ങിയതിൽ അവർക്ക് പ്രശ്നമാണെന്ന്. കാര്യം വർക്ക് കിട്ടുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. അത് വേറെ ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. പിന്നെ 8,000 രൂപയ്ക്ക് അത് സൺബക്ക് എന്ന് പറഞ്ഞൊരു ആമ്പ് ഞാൻ ഈ ഓഡിയോ എക്സിൻ്റെ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒന്നുമല്ല. അത് കൊള്ളാമെന്നുള്ള സാധനം ഞാൻ പലപ്പോഴും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടല്ല വീഡിയോ ഇടുന്നത്. പ്രൊമോഷൻ വീഡിയോ ഇട്ടൊന്നുമല്ല, ഞാൻ ക്യാഷ് വാങ്ങിയിട്ടല്ല വീഡിയോ ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ക്യാഷ് വാങ്ങിയിടുന്ന വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സുമാരൊക്കെ ഉണ്ട്. ഒരു വീഡിയോയ്ക്ക് 3,000-4,000 രൂപയൊക്കെ വാങ്ങി അവർ കടയും സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സുമാരുണ്ട്, ഒരുപാടുണ്ട്. സാധനങ്ങൾ എടുത്ത് ഇരട്ടി വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങൾ പോയി വാങ്ങി മണ്ടന്മാരാക്കുന്ന യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ യൂട്യൂബർമാരുടെ ഇടയിലുണ്ട്. 7,000 രൂപ അല്ലെങ്കിൽ 7,500 രൂപ ആംപ്ലിഫയർ 11,500 രൂപയ്ക്കും 11,000 രൂപയ്ക്കും വിറ്റ് അത് വാങ്ങി നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടുള്ള ആൾക്കാരും ഈ നാട്ടിലുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരു കമ്പനി ഇതുവരെയ്ക്കും ആരെങ്കിലും എത്ര കടക്കാരുണ്ട്. പ്രിൻസ് ചേട്ടനുണ്ട്, രോഹിണി ഇലക്ട്രോണിക്സ്, AB ഇലക്ട്രോണിക്സ്, SM ഇലക്ട്രോണിക്സ്, IV ഇലക്ട്രോണിക്സ്, ഇനിയുണ്ട് കടകൾ. ഇവരെയൊക്കെ പ്രോഡക്റ്റിൽ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരു അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ RBL പ്ലസ്, പിന്നെ സാൽവ ഓഡിയോസ്, ബ്രെയിൻസ് ഓഡിയോസ്, പിന്നെ അതുപോലുള്ള എത്രയോ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ച് പ്രോഡക്റ്റ് വാങ്ങി റിവ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫോമർ, ഇപ്പോൾ ടൊറോള ട്രാൻസ്ഫോമറിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വീഡിയോ ചെയ്ത് വലിയ ഇതാവാനൊന്നുമല്ല. ഞാൻ ആരെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഇതുവരെയ്ക്ക് അവരാരെങ്കിലും പറയട്ടെ, അവർ വന്ന് കമൻറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണോ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. ഇല്ല, ഞാൻ ഒറ്റ മനുഷ്യൻ്റെ നിന്നും ക്യാഷ് വാങ്ങിയിട്ടില്ല വീഡിയോ. എനിക്ക് വേണ്ടത് കണ്ടൻറ്റാണ്. എനിക്ക് കണ്ടൻറ്റാണ് ആവശ്യം, നല്ല പ്രോഡക്റ്റുകളാണ് ആവശ്യം. നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ആവശ്യം. അപ്പോൾ നിങ്ങളത് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു കണ്ടൻറ് ഉണ്ടാക്കി ഇടുക എന്നുള്ളത് കാര്യം അറിയാമോ, ഞാൻ 2011 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഈ കാണുന്ന ഒരു യൂട്യൂബേഴ്സും യൂട്യൂബിനകത്തില്ല. അവർക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. 2008 യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അന്ന് ഫോണില്ലാത്ത ആ ഒരു കാരണത്താൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് 2011 ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ HTCയുടെ ഒരു ഫോണുണ്ട്, ആ ഫോണിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ഈ ഫിലിം ഫീൽഡിലായതുകൊണ്ട് ചെറിയ ഫിലിമിൻ്റെ വീഡിയോ, അങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പല യൂട്യൂബർമാരും ഇല്ലാത്ത സമയത്താണ് ഞാൻ സത്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്നേ ഞാൻ ഇതൊക്കെ ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും നിലയ്ക്ക് എത്തുമായിരുന്നു. യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ ഏതെങ്കിലും നിലയ്ക്ക് എത്തുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ ബാക്കിലോട്ട് പോയി നിങ്ങൾ എൻ്റെ സെറ്റിംഗ് അതിനകത്ത് യൂട്യൂബിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ 2011 ചാനൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആരെയും കയ്യിൽ നിന്ന് കമ്മീഷനോ പൈസയൊന്നും വാങ്ങിയിട്ടല്ല ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പറയുന്നതിനോട് താല്പര്യമില്ല. കാര്യം പൈസ വാങ്ങി ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്തല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ തലമുടിയൊന്നും കുളിക്കാതെ മറ്റേ ഈ മുടിയൊക്കെ വളർത്തി വൃത്തികെട്ട രൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ, എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇലക്ട്രിക്കൽ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈയും കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ചെന്നിരിക്കുന്ന ഒരു പരിപാടിയല്ല. അതൊക്കെ പാടുള്ള പരിപാടിയാണ്. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത സമയം കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല. അപ്പം ഇല്ലാത്ത ടൈം കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. ഓടി തളർന്ന് വരുന്നതിൻ്റെ ഇടയിൽ കൂടെ, ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഓടി തളർന്ന് വന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഓരോ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന രാത്രി 3 മണിക്കും രാത്രി 2 മണിക്കും ഓരോ വീഡിയോ ഞാൻ ചെയ്ത് എല്ലാ ദിവസവും 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ വന്നിരിക്കും.
കുറച്ച് ദിവസം മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ തുടങ്ങി 8 മണിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല എനിക്ക് ഇത് വാങ്ങി മറ്റേ കിഴങ്ങ് വാങ്ങിച്ച് അവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ. ഇതിന് മുമ്പേ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ആർക്കാണ് നിങ്ങൾക്ക് ഉപകാരം ഞാനിപ്പോൾ ഓരോ പ്രോഡക്റ്റിൽ ഇപ്പോൾ ഈ കടയിൽ കിട്ടുന്നുണ്ട്, ആ കടയിൽ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിലുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ആ കടയിലുണ്ട് ഈ കടയിലുണ്ട് എന്ന് പറഞ്ഞാണ്. ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എൻ്റെ സ്റ്റോറിയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ എൻ്റെ പക്കലുണ്ട്, എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നിങ്ങളെ വീഡിയോ ചെയ്ത് ക്ഷണിക്കുന്നത്. ഓക്കെ, അവരുടെ ബിസിനസ്സാണ് അവർ വളർത്തുന്നത്, ഞാൻ എൻ്റെ ബിസിനസ് അല്ല വളർത്തുന്നത്. എനിക്ക് പ്രോഡക്റ്റ് തരുന്ന ആൾക്കാരുടെ ബിസിനസ്സാണ് ഞാൻ വളർത്തി കൊടുക്കുന്നത്, അതും 1 രൂപ പോലും വാങ്ങാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം ചിരിയാണ് വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ഒരുത്തനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അവരൊന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കച്ചവടം നടക്കുന്നത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എനിക്ക് വരാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും അവരുടെ പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ തയ്യാറാണ്. അവരുടെ സ്ഥാപനം ഫ്രീ ആയിട്ട് റിവ്യൂ ചെയ്യാൻ താല്പര്യം. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഒരു മീൻ കട പരിചയപ്പെടുത്താൻ നിങ്ങൾ ആരെങ്കിലും കാണും, തുണിക്കട പരിചയപ്പെടുത്തി നിങ്ങൾ ആരെങ്കിലും കാണും? ഇല്ല, കാണൂല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ദിവസമായിട്ട് നമ്മളൊരു ഈ യൂട്യൂബിൽ നിന്നാകൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ വളരെ കുറച്ച്, ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിനെയും കാട്ടിയും വളരെ കുറച്ച് ഫോളോയും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്കുള്ളത്. ഉള്ള കാരണം നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യം ആർക്കും വേണ്ട. അത് തന്നെയാണ് മറ്റൊരു കാര്യം. 8000 രൂപയ്ക്കകത്ത് ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഞാൻ വെറും ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. നിങ്ങൾക്ക് 8000 രൂപയ്ക്ക് ആംപ്ലിഫയർ, നിങ്ങൾ പറയുന്നത് സാധാരണ നിങ്ങൾക്ക് 25,000 20,000 രൂപയ്ക്ക് ആമ്പൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് വില കുറച്ച് 2000 3000 4000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 10,000 രൂപയ്ക്കകത്ത് ആമ്പ് ഉണ്ടോയെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് 8000 രൂപയ്ക്കകത്ത് ഒരു ആമ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഉടായ്പ സാധനമാണ്. എന്ത് മനുഷ്യന്മാരാണ് ചേട്ടന്മാരെ നിങ്ങളൊക്കെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തുടർന്ന് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്ത് പോകാം. ഞാൻ ആരെയും എൻ്റെ വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയാം അവന് ഭയങ്കര അഹങ്കാരമാണെന്ന്. നിങ്ങൾ ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് നേരിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബൈ. വീണ്ടും എന്നെ നാളെ ആരും അടിച്ചു വന്നില്ലെങ്കിൽ വീണ്ടും കാണാം.